മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അൻമരിയ പബ്ലിഷേഴ്സിന്റെ പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് വീഡിയോ പഠന പരമ്പരയുടെ 5ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷ തുടരുകയാണ്. അടുത്തത് കാർമികന്റെ പ്രാർത്ഥന, അതാണ് ശ്ലോസ എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്തൃപ്രാർത്ഥനയ്ക്ക് ശേഷം ശുശ്രൂഷയുടെ അറിയിപ്പും കാർമികന്റെ പ്രാർത്ഥനയുമാണ്. സമൂഹത്തിൻ്റെയും കാർമികന്റെയും ഇടയിൽ മധ്യവർത്തിയായി നിലകൊള്ളുന്ന ശുശ്രൂഷി തൻ്റെ പ്രഘോഷണങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനും കുർബാനയിൽ സജീവ ഭാഗഭാഗിത്വം ഉറപ്പുവരുത്താനും സഹായിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലിറ്റർജി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ പെസഹ രഹസ്യത്തെ സന്നിഹിതമാക്കുന്നു. കുർബാനയിൽ ഈശോ മിശിഹ തൻ്റെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഉത്ഥിതനായ മിശിഹായാണ് നമ്മുടെ സമാധാനം. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ എന്ന് കുർബാനയ്ക്കിടയിൽ ശുശ്രൂഷ ആവർത്തിക്കുന്ന ഈ ആഹ്വാനം നമ്മോടൊത്ത് വസിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്നു. തുടർന്നു വരുന്ന കാർമികന്റെ പ്രാർത്ഥനകളിൽ ദൈവം കനിഞ്ഞു നൽകിയ പരിശുദ്ധ കുർബാനയായ മഹാദാനത്തെ നന്ദിയോടെ ഏറ്റുപറയുകയും അത് യോഗ്യതയോടെ അർപ്പിക്കുവാനുള്ള കൃപ യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദ്യത്തെ പുരോഹിത പ്രാർത്ഥനയായ ഈ ശ്ലോസകൾ പൊതുക്രമത്തിൽ 3 നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ഞായറാഴ്ചകളിലും സാധാരണ ഓർമ്മ തിരുനാളുകളിലും മറ്റു സാധാരണ തിരുനാളുകളിലും ചൊല്ലുവാനുള്ളത്. രണ്ടാമത്തേത് കർത്താവിൻ്റെ തിരുനാളുകളിലും പ്രധാന ഓർമ്മ തിരുനാളുകളിലും മറ്റു പ്രധാന തിരുനാളുകളിലും ചൊല്ലുവാനുള്ളത്. മൂന്നാമത്തേത് സാധാരണ ദിവസങ്ങളിൽ ചൊല്ലുവാനുള്ളത്. ഇതുകൂടാതെ മാറി വരുന്ന കാലങ്ങൾക്കനുസരിച്ചും തിരുനാളുകൾക്കനുസരിച്ചുമുള്ള പ്രാർത്ഥനകളിൽ, അതായത് പ്രോപ്രിയ, പ്രാരംഭ പ്രാർത്ഥനയായും കൊടുത്തിട്ടുണ്ട്. പുരോഹിതന്റെ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയാണ്. കുർബാനയിൽ ഞങ്ങൾ എന്നാണ് അധികവും പറയുന്നത്. ഇതുപോലെ വിവിധങ്ങളായ പ്രാർത്ഥനകൾ കുർബാന പുസ്തകത്തിൽ നൽകിയിരിക്കുന്നതുകൊണ്ട് കുർബാന പുസ്തകം ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ ഇക്കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണെങ്കിൽ പുസ്തകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഞായറാഴ്ചകളിലും സാധാരണ ദിവസങ്ങളിലും കാലങ്ങൾക്കനുസരിച്ചും തിരുനാളുകൾക്കനുസരിച്ചും വ്യത്യസ്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നത് വഴി ഒരേ പ്രാർത്ഥന എല്ലാ ദിവസവും ആവർത്തിക്കുന്നുവെന്ന യുവജനങ്ങളുടെ പരാതി ഒഴിവാക്കപ്പെടുന്നുണ്ട്. കാർമികൻ കുർബാന തക്സ ഉപയോഗിച്ചാണ് ബലിയർപ്പിക്കുന്നത്. തക്സ സഭയുടേതാണ്. ആരാധനാ സമൂഹം അതുപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയോടൊത്ത് പ്രാർത്ഥിക്കുന്നു. കൂടാതെ പല വിചാരങ്ങൾ ഒഴിവാക്കി കുർബാന ശ്രദ്ധയോടെ അർപ്പിക്കുവാനും തക്സ സഹായിക്കുന്നു. അടുത്തത് സങ്കീർത്തനമാല അല്ലെങ്കിൽ മർമീസ. അടുത്തത് സങ്കീർത്തനമാലയാണ് മർമീസ. സ്തുതികൾ ഉയർത്തുക എന്നതാണ് മർമീസ എന്ന പദത്തിൻ്റെ അർത്ഥം. സാധാരണയായി 3 സങ്കീർത്തനങ്ങൾ അടങ്ങിയതാണ് ഒരു മർമീസ. ഒന്നിലധികം സങ്കീർത്തനങ്ങൾ കോർത്തിണക്കിയതിനാൽ സങ്കീർത്തനമാല എന്ന് വിളിക്കുന്നു. സങ്കീർത്തനങ്ങൾ പൂർണ്ണമായോ അവയിലെ ഏതാനും പാദങ്ങൾ തെരഞ്ഞെടുത്തോ ഉചിതമായവ ഏതെങ്കിലും സന്ദർഭാനുസരണം തെരഞ്ഞെടുത്തോ ചൊല്ലാവുന്നതാണ്. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ദൈവസ്തുതികൾ പാടിയിടും.
നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. കുർബാനയുടെ പൊതുക്രമത്തിൽ നൽകിയിരിക്കുന്നത് കൂടാതെ ഓരോ ആരാധനാ വത്സര കാലത്തിനും തിരുനാളുകൾക്കും അനുയോജ്യമായ മർമീസകൾ കുർബാന തക്സയിലെ പ്രോപ്രിയായിൽ നൽകിയിട്ടുണ്ട്. യഹൂദരുടെ പ്രാർത്ഥനാ ഗീതങ്ങളായ സങ്കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന മർമീസ പരിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്നതിലൂടെ രക്ഷാകര ചരിത്രത്തിൻ്റെ പഴയ നിയമ കാലഘട്ടത്തെയും രക്ഷകനു വേണ്ടിയുള്ള പഴയ നിയമ ജനതയുടെ കാത്തിരിപ്പിനെയും ഈശോയുടെ രഹസ്യ ജീവിത കാലത്തെയും ഈശോയ്ക്ക് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാന്റെ വരവിനെയും ഓർക്കുന്നു. സങ്കീർത്തകനോട് ചേർന്നും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സ്വപ്നങ്ങളും അസ്വസ്ഥതകളും സങ്കീർത്തനമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ശ്രദ്ധയോടും ഭക്തിയോടുമുള്ള സങ്കീർത്തന ആലാപനം വഴി നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കുന്നതാണ്. ഈശോയും പ്രാർത്ഥനയ്ക്കായി സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു. റാസ കുർബാനയാണെങ്കിൽ തുടർന്ന് ഒനീസ ദ് കങ്കെ എന്ന മദ്ബഹാ ഗീതം ആലപിക്കുകയും ആ സമയത്ത് സ്ലീവ ചുംബനം നടത്തുകയും ചെയ്യുന്നു. സുറിയാനി പദമായ സ്ലീവ എന്നത് വെറും കുരിശല്ല, മാർ സ്ലീവയാണ്. മാർ സ്ലീവ എന്നാൽ ഉത്ഥിതനായ ഈശോ മിശിഹായാണ്. ഉത്ഥിതനായ ഈശോ മിശിഹായെയാണ് നാം ചുംബിക്കുന്നത്. അതുവഴി ഈശോ നമ്മെ ചുംബിക്കുന്നു. ആഘോഷമായ കുർബാനയിൽ മർമീസയ്ക്ക് ശേഷം ധൂപ ആശീർവാദം നടത്തുന്നു. ത്രിത്വൈക ദൈവത്തിന് കൂടുതൽ ആദരവും മഹത്വവും നൽകി അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിനെയും പാപമോചനത്തെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിനെയും ധൂപം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. കൂടാതെ എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നു. അന്ധകാര ശക്തികൾ നിർവീര്യമാകുന്നു, ഓടിമറയുന്നു. അടുത്തത് ഉത്ഥാനഗീതം. ഉത്ഥാനഗീതത്തിന് ഒരുക്കമായി നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പുരോഹിതന്റെ പ്രാർത്ഥന തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇവിടെ സഭ എന്നത് തിരുസഭയാണ്. ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, ബഹുമാനിക്കുന്ന ഔദ്യോഗികമായ സമൂഹമാണ് സഭ. മുടി ചൂടി നിൽക്കുന്ന സഭ എന്ന മനോഹരമായ സഭാവിജ്ഞാനീയ ചിന്ത ഈ പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കാം. സുറിയാനി പാരമ്പര്യത്തിൽ വധൂവരന്മാരെ കിരീടം ധരിപ്പിക്കുന്ന കിരീടവാഴ്വ് എന്ന ചടങ്ങുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. മണവാളനായ ഈശോയുടെ മണവാട്ടിയാണ് സഭ. ഭൂമിയിൽ മനുഷ്യർക്കാവശ്യമായ എല്ലാ കൃപകളും തിരുസഭയിലൂടെ നൽകുന്നു. ഈശോ സ്ഥാപിച്ച 7 കൂദാശകളും തിരുസഭയാണ് പരികർമ്മം ചെയ്യുന്നത്. ക്രൈസ്തവ പാരമ്പര്യത്തിലെ തന്നെ അത്യുദാത്തങ്ങളായ ഗീതങ്ങളിലൊന്നാണ് ഉദ്ധാനഗീതം എന്നറിയപ്പെടുന്ന സർവാധിപനാം കർത്താവേ എന്ന ഗീതം. കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിച്ചുകൊണ്ടാണിത് പാടുന്നത്. നമ്മുടെ ഉത്ഥാനത്തിൻ്റെ ഉറവിടമായി ഈശോ മിശിഹായെ പാടി പുകഴ്ത്തുന്ന ഗീതമായതിനാൽ ഇതിനെ ഉദ്ധാനഗീതം എന്നും വിളിക്കുന്നു. ഉദ്ധാനഗീതത്തിൻ്റെ ആരംഭത്തിൽ മദ്ബഹായുടെ വിരി തുറക്കുന്നത് കർത്താവിൻ്റെ മാമോദീസ വേളയിൽ സ്വർഗം തുറന്ന് ത്രിത്വം വെളിപ്പെട്ടതിൻ്റെ പ്രതീകമായാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹ ദൃശ്യമാകുന്നു. ദീപപ്രഭയും ധൂപവും ചേർന്ന് സ്വർഗീയമായ ഒരനുഭവം ആരാധനാ സമൂഹത്തിന് നൽകുന്നു. ആ സ്വർഗീയ അനുഭവത്തിൽ ലയിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തെ മനസ്സാ കണ്ടുകൊണ്ട് കാർമ്മികനുൾപ്പെടെ എല്ലാവരും മദ്ബഹയിലേക്ക് തിരിഞ്ഞ് എല്ലാവരും ഉച്ചസ്വരത്തിൽ ആരാധിക്കുന്നു. ഞങ്ങൾ പാടുന്നു, വിനയമോട് നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ഈശോ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാണ്. നാം അത് ഏറ്റുപറയുകയാണ് അടുത്ത 4 വരി ഗീതത്തിലൂടെ. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സർവ്വ
സർവത്തിൻ്റെയും അധിപനായ ഉത്ഥിതനായ മിശിഹ മാത്രമാണ് ലോകരക്ഷകൻ എന്ന് ബോധപൂർവം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തോട് ചേർന്ന് സ്വർഗവാസികളോടും മാലാഖമാരോടും ചേർന്ന് നമ്മൾ ആവർത്തിച്ചു പാടി സ്തുതിക്കുമ്പോൾ രോഗശാന്തി ലഭിക്കും, അന്ധകാര ശക്തികൾ നിർവീര്യമാകും. ആഘോഷമായ കുർബാനയിൽ ഉദ്ധാനഗീതം 3 പ്രാവശ്യം ആലപിക്കുന്നു. ആവർത്തനത്തിലൂടെയാണ് അനുഭവത്തിലേക്ക് വരുന്നത്. ഈ ഗീതം ആദ്യം ആലപിക്കുമ്പോൾ ഈശോയുടെ മാമോദീസായെയും, 2ാം പ്രാവശ്യം ആലപിക്കുമ്പോൾ നമ്മുടെ മാമോദീസായെയും, 3ാം പ്രാവശ്യം ആലപിക്കുമ്പോൾ നമ്മുടെ ഉത്ഥാനത്തെയും ഈശോയുടെ 2ാമത്തെ ആഗമനത്തെയും ദർശിച്ചുകൊണ്ട് സ്വർഗീയ അനുഭൂതിയിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഉത്ഥാന ഗീതത്തിലെ ആശയങ്ങൾ വീണ്ടും ഊന്നി പറയുന്ന പ്രാർത്ഥനയാണ് തുടർന്നു വരുന്നത്. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്ന് സംശയമെന്നെ പ്രസ്താവിച്ചുകൊണ്ട് കാർമികൻ ശ്ലോസ ചൊല്ലി ആമുഖ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവത്തെയും ത്രിത്വത്തെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പരാമർശിക്കുമ്പോൾ അങ്ങ് എന്നും പുത്രനെ നീ എന്നുമാണ് കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. യേശുവിനെ സംബോധന ചെയ്യുന്ന പ്രാർത്ഥനകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തിയ ഒരു മാർഗം മാത്രമാണിത്. പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്ത് 33 വർഷം സ്ലീഹന്മാരുടെ സഹോദരനെ പോലെയാണ് ഭൂമിയിൽ ജീവിച്ചത്. അങ്ങ് എന്നത് ഭയവും നീ എന്നത് ഭക്തിയും സൂചിപ്പിക്കുന്നു. അങ്ങ് എന്നത് ദൈവത്തിൻ്റെ ഔന്നത്യത്തെയും നീ എന്നത് അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു. 5ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 6ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.